ഇത് ആര്യാരുണാണ്. നീരുവൻ നെയ്തൂസ് മാമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നാട്ടിൽ വന്ന് സെറ്റായിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയൊരു ഡിലേ വന്നിട്ടുണ്ടായിരുന്നത്. ആരും എന്നെ മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ നീരും നൈത്തുവും സ്കൂളിൽ പോകാനുള്ള തിരക്കിലാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഇവിടെ നിന്ന് കുറച്ച് താഴത്തേക്ക് അങ്ങ് ഇറങ്ങിപ്പോകണം, ഒരു 2 ഇറക്കം ഇറങ്ങിപ്പോകണം കേട്ടോ സ്കൂൾ ബസ് വരാനായിട്ട്. അപ്പോൾ ഞാൻ ഇറങ്ങുമ്പം ഇത്തിരി നേരത്തെ ഇറങ്ങും കേട്ടോ, പതുക്കെ നടന്ന് പോയാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ട്. ഒരു 8:30 ആകുമ്പോഴേക്കും വണ്ടി വരുമെങ്കിൽ ഞങ്ങളൊരു 8:15 കഴിയുമ്പോഴേക്കും പയ്യെ വീട്ടിൽ നിന്ന് ഇറങ്ങി ദാ ഇവിടെ വന്നിങ്ങനെ പോസ്റ്റായിട്ട് ഇരിക്കും കേട്ടോ. എന്നിട്ട് വഴിയെ പോകുന്ന കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിതാ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ ഇതാ നമ്മുടെ നീരുവിൻ്റെയും നൈത്തുവിൻ്റെയും ഒക്കെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ സ്കൂളിലേക്ക് പോയിട്ടോ. ഇവിടുന്ന് ഒരു 5-6 പിള്ളേരുണ്ട് കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല രസമാണ് എല്ലാവരോടും വർത്തമാനമൊക്കെ പറഞ്ഞ് നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കഥകളൊക്കെ പറഞ്ഞ് നിന്ന് ഇനി ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ പിള്ളേരെ സ്കൂളിലൊക്കെ കൊണ്ടാക്കിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരാണ് കേട്ടോ. ഇപ്പോൾ ഇന്നിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പം നമുക്ക് ഇന്നലത്തെ ചോറ് മിച്ചമുണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചൂറ്റി. ഇനിയിപ്പം എന്തെങ്കിലും കറികളൊക്കെ വെക്കണം, പിന്നെ തുണി അലക്കാനുണ്ട്, പിന്നെ മിറ്റം അടിക്കണം. ഇതൊക്കെയാട്ടോ പണി. വലിയ പിള്ളേരെ കൊണ്ടാക്കിയിട്ട് വരുന്ന വരവ് നല്ല മടുത്തിട്ടാണ് കേട്ടോ. കാരണം 2 ഇറക്കം ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ മതിയെങ്കിൽ തിരിച്ചാ കയറ്റം നമ്മൾ കയറി പോരണമല്ലോ. അപ്പോൾ ഇന്നലെ രാത്രിയിൽ നല്ല മഴയായിരുന്നു കേട്ടോ ഇവിടെ എല്ലാം. അപ്പോൾ ആ മഴ പെയ്യുമ്പം ഈ തിണയിലേക്ക് വെള്ളം വീഴും കേട്ടോ. അപ്പം ചെള്ളയൊക്കെ തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പടുത കെട്ടിയിട്ടുണ്ട്. പിന്നെ വണ്ടിയും നനയാതിരുന്നോളൂല്ലോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ തട്ടകത്തിലേക്ക് കിടക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇവിടെ ഞാൻ പിള്ളേർ മാത്രമേ ഉള്ളതുകൊണ്ട് ഞാൻ ഡോറൊക്കെ പൂട്ടിയിട്ടാണ് കേട്ടോ പോവാറ്. അപ്പം നമുക്കിനി ഒന്നേന്ന് പരിപാടികളൊക്കെ തുടങ്ങണം കേട്ടോ. കാരണം കളിപ്പാട്ടം തൊട്ട് എല്ലാം അവിടെ ഇവിടെയൊക്കെ നിരത്തി വലിച്ച് വാരിയിട്ടിട്ടാണ് നമ്മുടെ അച്ഛനും പൊന്നൂസും പോകുന്നത് കേട്ടോ. അതുകൊണ്ട് ഇനി അതെല്ലാം പെറുക്കി വെച്ച് എല്ലാം ഒന്ന് ക്ലീനാക്കി വരിക എന്നുള്ളത് ഒരു ടാസ്ക്കാണ്. പിന്നെ രാവിലത്തെ നമ്മുടെ സമയം പോകാൻ വേണ്ടിയിട്ട് ഈ ടാസ്ക്കൊക്കെ നമുക്കതൊരു അനുഗ്രഹമായിട്ട് തോന്നും കേട്ടോ. കാരണം കുട്ടികളില്ലാത്തപ്പോൾ നേരം പോകാൻ നല്ല പാടാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ മാസമായിരുന്നു കേട്ടോ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വന്നിട്ട് കറക്റ്റ് 1 മാസം കഴിഞ്ഞിട്ടുണ്ട്. ഏട്ടൻ തിരിച്ച് പോയി കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനും കുട്ടികളും മാത്രമേ ഉള്ളൂ. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. ഞാൻ ഒന്നും കഴിച്ചില്ലായിരുന്നു. കഴിച്ചിട്ട് മിറ്റടിക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഇന്നലെ വൈകിട്ട് ഞാനൊന്നും കഴിച്ചില്ല, അതുകൊണ്ട് രാവിലെ തൊട്ട് വിശക്കുന്നുണ്ട്. പിന്നെ ഞാൻ പിള്ളേർ പോയിട്ട് ഇരിക്കുകയാണെങ്കിൽ സമാധാനത്തോടെ പതുക്കെ ഇരുന്ന് കഴിക്കാമല്ലോ. അപ്പം ഇന്ന് നമുക്ക് ചപ്പാത്തിയും കടലക്കറിയായിരുന്നു കേട്ടോ രാവിലെ. ചപ്പാത്തിയും കടലക്കറി ആണുള്ള ദിവസം, ചപ്പാത്തിയോ അല്ലെങ്കിൽ ഇഡലി, ദോശ അങ്ങനെയൊക്കെ ഉള്ള ദിവസം, അല്ല അപ്പമൊക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ അവരതായിരിക്കും ഉച്ചയ്ക്ക് കൊണ്ടുവന്നു കേട്ടോ. അപ്പം എനിക്കും എളുപ്പമുണ്ട്, രാവിലെ കൊണ്ട് കൊടുത്തു വിട്ടാൽ മതി. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ചോറാണ് കൊടുത്തു വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ നൈത്തൂനും അതെ അച്ചുമോനും ആകെ ഇതായി, അവന് ക്ലാസ്സിൽ ആദ്യം കഴിച്ചു തീരാൻ പറ്റുന്നില്ല, അങ്ങനെ കുറേ പരാതികൾ. അപ്പം ഞാൻ ഓർത്തു ഇന്നിപ്പോൾ എന്തായാലും ചപ്പാത്തി ഉണ്ടാക്കാം, അപ്പോൾ എനിക്കും എളുപ്പമായില്ലോ. അപ്പം ഞാൻ എന്തായാലും കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ചപ്പാത്തിയും കടലയും റെഡിയായി. ഇനി ഇത്തിരി കോഫിയും കൂടി ആയാൽ പിള്ളേരെയൊക്കെ പറഞ്ഞു വിട്ട് നല്ല സമാധാനത്തോടെ വന്ന് കഴിക്കാനാട്ടോ എനിക്കിഷ്ടം. കാരണം നമുക്ക് ഒന്ന് ഇരുന്ന് ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ അതേ നടക്കുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ഒപ്പം വെപ്രാളപ്പെട്ട് ഓടേണ്ടി വരും കേട്ടോ. അതുകൊണ്ട് മിക്കപ്പോഴും പിള്ളേരെ വിട്ട്, പിള്ളേർക്ക് 8:30 ബസ് വരും. അപ്പോൾ അത് കഴിയുമ്പോൾ പയ്യെ നടന്ന് വന്ന് ഞാനിങ്ങനെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിച്ച് ആ കഴിക്കുന്ന സമയത്ത് കുറച്ച് നേരം TV ഒക്കെ കണ്ടിരിക്കും. അതല്ലെങ്കിൽ ഫോൺ കാണുമായിരിക്കും, അതല്ലെങ്കിൽ അമ്മയെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണിയെന്ന് പറയുന്നത് തൂത്തുവാരുക എന്നുള്ളതാണ്. ഞാൻ ഏറ്റവും ആദ്യം ചെയ്ത് തീർക്കുന്ന പണി നമ്മുടെ റൂമും പെരയ്ക്കവും ഒക്കെ ഒന്ന് തൂത്തുവാരുക എന്നുള്ളതാണ് കേട്ടോ. കാരണം ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ടോയ്സൊക്കെ ആയാലും അവിടെ ഇവിടെ നിരത്തി വാരിയും, കുട്ടികളുള്ളതല്ലേ അപ്പോൾ പേപ്പറൊക്കെ വലിച്ചു കീറിയും അങ്ങനെയൊക്കെ വീട് മുഷിഞ്ഞ് കിടക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും വന്നാലും സമാധാനം ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ആദ്യമേ ചെയ്ത് വയ്ക്കുന്നത് റൂമും സിറ്റൗട്ടും എല്ലായിടവും തൂത്തുവാരി നല്ല വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ് കേട്ടോ.
അത് കഴിയുമ്പോഴാണ് അടുത്ത പണികളിലേക്ക് ഞാൻ ഇറങ്ങുള്ളൂ. എന്ത് പണിയുണ്ടെങ്കിലും ഏറ്റവും ആദ്യം ചെയ്ത് തീർക്കുക പെരയ്ക്കാൻ തൂത്തുവാരി അല്ല തുടയ്ക്കാനുണ്ടെങ്കിൽ അത് തുടയ്ക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ആരെങ്കിലും വന്നു കഴിയുമ്പോഴായാലും അയ്യോ വൃത്തിയില്ലല്ലോ അല്ലെങ്കിൽ അലമ്പായിട്ടാണല്ലോ കിടക്കുന്നതെന്ന് വരുന്നവർക്കായാലും ഒരു തോന്നലുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് ആദ്യമേ അങ്ങ് ചെയ്ത് തീർക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മിറ്റടിക്കാനുണ്ടെങ്കിൽ അതോ തുണി അലക്കാനുള്ള പരിപാടിയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെ വന്നിരുന്ന് വിശ്രമിക്കും കേട്ടോ. അപ്പോൾ ഇന്നലെ മഴ ആയതുകൊണ്ട് തന്നെ മുറ്റത്ത് നല്ലോണം ചപ്പുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ചപ്പ് വരാൻ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ ടെറസിൽ കയറിയപ്പം ടെറസിൽ നല്ലോണം ചപ്പുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ചെയ്യാറ് അവിടെയൊക്കെ ഒന്ന് തൂത്തുവാരി ഒരു ചാക്കിലോ അല്ലെങ്കിൽ കൊട്ടയിലോ ആക്കിയിട്ട് താഴെ കൊണ്ട് കളയുക ചെയ്യുന്നത്. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് മണ്ടത്തരം പറ്റി. ഞാൻ അപ്പം പെട്ടെന്ന് അങ്ങ് തൂത്തുവാരിയിട്ട് മുറ്റത്തേക്ക് തന്നെ ഇടുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് മഴ പെയ്തപ്പം വെള്ളവും കൂടി ആയിട്ട് ചപ്പ അടിച്ചിട്ടൊന്നും പോകാൻ പാടായിരുന്നു. അതാണ് ഇത്രയും ചപ്പ് വരാനുണ്ടായ കാരണം കേട്ടോ. ഡെയിലി നമ്മൾ മിറ്റടിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ മിറ്റടിക്കുന്നില്ലേന്ന് ഓർക്കും കേട്ടോ. ഡെയിലി അടിച്ച് വാരുന്നുണ്ട്. എന്നാലും റബ്ബർ തോട്ടമൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ മുറ്റത്ത് ഒരുപാട് ചപ്പുണ്ടാവും കേട്ടോ. എന്നും ഉണ്ടാവും. അത് മിക്കപ്പോഴും ഈ 2 സൈഡിലെ മുറ്റത്തിനായിരിക്കും കൂടുതൽ ചപ്പുണ്ടാവുക. നടവാതിക്കൽ അത്രയും ചപ്പുണ്ടാവാറില്ല കേട്ടോ. നമുക്ക് ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടും പരിസരവും ഏറ്റവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് കേട്ടോ. ഡെയിലി നമ്മുടെ മുറ്റവും നമ്മുടെ റൂമും നമ്മുടെ പെരക്കാവും ഒക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കി ഇടുന്നത് ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അത് നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു സന്തോഷത്തിനും ഏറ്റവും നല്ലതാണ് കേട്ടോ. അങ്ങനെ ചെയ്യാത്തവർ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് പറയുകയാണ് കേട്ടോ. ഒരാൾ കയറി വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ ആയാലും നിറയെ കാട് പിടിച്ച ഒരാൾ സ്ഥലത്ത് കയറി ചെല്ലുന്നതിലും നമുക്ക് ഒരു ഇഷ്ടം തോന്നും. നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന ഒരു മുറ്റത്ത് അല്ലെങ്കിൽ ഒരു വീട്ടിൽ ചെല്ലുമ്പോഴേക്ക് ഇനി ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ഇനി മുറ്റടിക്കുന്നതോ അല്ലെങ്കിൽ തുണി അലക്കുന്നതോ പെരയ്ക്കാൻ തൂത്ത് വാഴുന്നതോ അതൊന്നും ഒരു കുറച്ചിലോ അല്ലെങ്കിൽ ഒരു കുറവോ അല്ല. അല്ലെങ്കിൽ അതൊക്കെ പ്രായമുള്ളവർ ചെയ്യേണ്ട കാര്യങ്ങളാണെന്നൊക്കെ വിചാരിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെതായ തോന്നലാണ് കേട്ടോ. ശരിക്കും നമ്മൾ ചൊട്ടയിലെ ശീലം ചുടല വരെയെന്നാണ്. നമ്മുടെ കുഞ്ഞു കുട്ടികൾ തൊട്ട് നമ്മൾ അത്യാവശ്യം മിറ്റമൊക്കെ അടുപ്പിച്ച് മലപ്പരയ്ക്കാൻ തൂത്തുവാരിയും ഒക്കെ ചെയ്യിപ്പിച്ച് ശീലിപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇന്ന് നാളെ ഒരു വീട്ടിൽ ചെന്ന് കയറിയാലും അല്ലെങ്കിൽ നമ്മൾ നാളെ തന്നെ താമസിക്കേണ്ട ഒരു അവസ്ഥ വന്നാലും ആ വീടൊന്ന് വൃത്തിയായി സൂക്ഷിക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കണമെങ്കിൽ നമ്മളതൊക്കെ ചെയ്ത് പഠിച്ച് ശീലിച്ച് വന്നാൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ രാവിലത്തെ തൂത്തുവാരും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ ഇത്രയും ചപ്പ് ഉണ്ടാവാറില്ല കേട്ടോ. ഇന്നലെ ഇപ്പം നല്ല കാറ്റും മഴയായിരുന്നു വൈകിട്ടൊക്കെ. അതുമല്ല ഇവിടെ മിറ്റാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. മിറ്റാടി കഴിഞ്ഞ് ഇരിക്കുമ്പോൾ ഏട്ടൻ വിളിച്ചു. ഏട്ടൻ തിരിച്ച് പോയായിരുന്നു കേട്ടോ. ഏട്ടൻ സൗദിക്ക് പോയി തിരിച്ച്. ലീവൊക്കെ തീർന്നു. ഇനി ഞാനും മക്കളും മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ. അപ്പം ഇനിയുള്ള വീഡിയോയിൽ എൻ്റെയും മക്കളെയും നാട്ടിലെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. കുറേ ആയിട്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല പ്രോപ്പറായിട്ട് എടുക്കാനും. ഒന്നാമത് ഏട്ടനും ഒക്കെ പോയതുകൊണ്ട് നമുക്ക് മനസ്സും ഒക്കെ അല്ല. അപ്പം മൊത്തത്തിലൊന്ന് സെറ്റായി വരണമായിരുന്നു കേട്ടോ. പിന്നെ പിള്ളേരും സ്കൂളിൽ പോക്കും എല്ലാം ആയിട്ടൊന്ന് സെറ്റായിട്ട് വരാനും പിന്നെ വീടായാലും എല്ലാം അടച്ചു പൂട്ടിയൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനും എല്ലാത്തിനും കുറച്ച് സമയവും സാവകാശവും എടുത്തു കേട്ടോ. അപ്പം ഇനി എന്തായാലും ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവരും വീഡിയോ കണ്ട് പഴയതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും സപ്പോർട്ടൊക്കെ വേണം. പിന്നെ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. അപ്പം അങ്ങനെ അപ്പം ഇനി നമുക്ക് കുറച്ച് നേരം ഇവിടെ നിന്ന് റെസ്റ്റ് എടുക്കാം. അത് കഴിയുമ്പോഴേക്കും തുണി അലക്കാൻ ഇറങ്ങാനുണ്ട് കേട്ടോ. തുണി അലക്കാനും ഇത്തിരി ഉണ്ട്. കാരണം ഇന്നലെ അലക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ അച്ചുമോൻ്റെ പാട്ടുണ്ടായിരുന്നു ഇന്നലെ ശിശുദിനത്തിൻ്റെ പരിപാടിക്ക്. അപ്പം അതുകൊണ്ട് സ്കൂളിൽ പോകണമായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് പണികളെല്ലാം അങ്ങനെ കിടക്കായിരുന്നു. ഇന്നലെ ഉച്ചയൊക്കെ ആയപ്പോൾ വന്നെങ്കിലും കുറേ നാളോട് വെയിലൊക്കെ കൊണ്ടിട്ട് മടുത്തു. രാത്രിയിലൊക്കെ മഴയാണെങ്കിലും പകല് നല്ല ചൂടുണ്ട് കേട്ടോ. തെളിയുന്ന വെയിലിന് നല്ല തെളിച്ചമുള്ള വെയിലാണ്. ഇടയ്ക്ക് കുറേ ദിവസം ഏട്ടനുണ്ടായിരുന്ന സമയത്തൊക്കെ കണ്ടിന്യൂസ് വൈകുന്നേരം ആകുമ്പോൾ മഴയായിരുന്നു. ഇപ്പം പിന്നെ കുറച്ച് ദിവസം മഴയില്ലായിരുന്നു. ഇപ്പം 2 ദിവസമായിട്ട് വീണ്ടും മഴയും ഇടിയും ഒക്കെയാണ് വൈകിട്ടാകുമ്പോൾ. അതുകൊണ്ട് രാവിലെ പക്ഷെ നല്ല ചൂടും ഉണ്ട് കേട്ടോ. ഇപ്പം മിറ്റം കൂടെ അടിച്ചിട്ട് വന്നിട്ടാന്ന് തോന്നുന്നു കണ്ടമാനം ചൂടുണ്ട്. പിള്ളേരില്ലാതെ പകലിരിക്കാൻ ഭയങ്കര ബോറടി കേട്ടോ. എന്തായാലും ഞാൻ കുറച്ച് നേരം ഇനി റെസ്റ്റ് എടുക്കട്ടെ.
ഇനി ബാക്കി പണികളൊക്കെ നമുക്ക് ചെയ്യണം. ഇനി കറി എന്തെങ്കിലും വെക്കണം എന്നോർത്തിരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം മടി പിടിച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഇത്തിരി മാങ്ങ ഇരിപ്പുണ്ട്. അപ്പോൾ ആ മാങ്ങ ഒന്ന് അരിഞ്ഞിട്ട് ചുമ്മാ ഒന്ന് തട്ടിക്കൂട്ടി അച്ചാറിടത്തില്ലേ, അങ്ങനെ ഒന്ന് അച്ചാറിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മീൻകറി ഇരിപ്പുണ്ട്. ഇനിയിപ്പം ഉച്ചയ്ക്ക് ഞാനല്ലേ ഉള്ളൂ, അതൊക്കെ മതി. വൈകിട്ടാകുമ്പോൾ നമുക്ക് കഞ്ഞിയും പയറും ഒക്കെ ആക്കാം. അങ്ങനെ കുറേ നേരം റെസ്റ്റൊക്കെ എടുത്തു. അമ്മേനെ വിളിച്ചു. അമ്മയായിട്ട് ഫോണിൽ സംസാരിച്ച്, അമ്മയായിട്ട് സംസാരിക്കാൻ നിന്നാൽ തന്നെ ഒരു മണിക്കൂർ നമ്മൾ സംസാരിച്ച് പോകും കേട്ടോ. അങ്ങനെ സംസാരിച്ച് കുറച്ച് നേരം ഫോണൊക്കെ കണ്ടിരുന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ പയ്യെ തുണി അലക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇന്നലെ അച്ചുവിൻ്റെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇന്നലെ തുണി അലക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ഉച്ച കഴിഞ്ഞ് വന്ന് അലക്കണമെന്ന് വിചാരിച്ചതാണെങ്കിലും വെയിലൊക്കെ കൊണ്ട് വന്നപ്പോഴേക്കും മടുത്തുപോയി. നമ്മളൊരു 1.5 വർഷത്തോളം സൗദിയിൽ വെയിലൊന്നും കൊള്ളാണ്ട് അകത്ത് തന്നെ ഇരുന്ന് ശീലിച്ചിട്ട് ഇപ്പം നാട്ടിൽ വന്ന് വെയിൽ കൊള്ളുമ്പോൾ പെട്ടെന്ന് ക്ഷീണം തോന്നുന്നുണ്ട് കേട്ടോ. വന്നിട്ടിപ്പോൾ 1 മാസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ. നല്ലോണം വെയിലൊക്കെ കൊള്ളുന്നുണ്ട്, എന്നാൽ പോലും വെയിൽ കൊള്ളുമ്പം ക്ഷീണം ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ കുറേ വെള്ളമൊക്കെ കുടിച്ചും അങ്ങനെ ഇപ്പം നമുക്കിനി ഈ കാലാവസ്ഥയായിട്ടൊന്ന് സെറ്റായിട്ട് വരണം. ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് എന്നും നല്ല മഴയാണ് കേട്ടോ രാത്രിയിലൊക്കെ. അതുകൊണ്ടാണോ എന്നറിയില്ല, അച്ചു എനിക്ക് 3-4 ബെഡ്ഷീറ്റ് സംഭാവന തന്നിട്ടുണ്ട് കേട്ടോ. അവൻ കിടന്ന് ശൂശു വെച്ചു. അങ്ങനെ പതിവില്ലാത്തതാണ് കേട്ടോ. ഇടയ്ക്കൊക്കെ വെക്കുമായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് അതൊക്കെ മാറി വന്നതായിരുന്നു കേട്ടോ. ഇനി മഴയുടെ തണുപ്പ് കൊണ്ടാണോ എന്താണോ എന്നറിയില്ല, പുതച്ച പുതപ്പും കിടന്ന ഷീറ്റും ഉൾപ്പെടെ അങ്ങനെ 4 ഷീറ്റ് എനിക്ക് അലക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഷീറ്റും അവരുടെ യൂണിഫോമും ഡെയിലി ഇടുന്ന ഡ്രസ്സുകളും ഉണ്ടല്ലോ, രാവിലെയും വൈകിട്ടും ഒക്കെ നമ്മൾ കുളിച്ച് ഡ്രസ്സ് മാറുന്നതല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് തുണികളൊക്കെ അലക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു തുണിയലക്ക് ഒരു പ്രഹസനമായിട്ട് കരുതണ്ട കേട്ടോ. കാരണം ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടല്ല, നമുക്കിവിടെ വാഷിംഗ് മെഷീൻ ഇല്ല കേട്ടോ. അതുകൊണ്ട് കല്ലിൽ തന്നെ അലക്കണം. അതുകൊണ്ട് അന്നെന്നുള്ളത് അന്നന്ന് അലക്കിയില്ലെങ്കിൽ നല്ല പണിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ കല്ലിൽ അലക്കുന്നത്, അല്ലാതെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. മെഷീൻ ഉണ്ടെങ്കിൽ ഞാൻ മെഷീനേ അലക്കുള്ളായിരുന്നു. എന്നാലും ചെറിയ ചെറിയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കല്ലിൽ തന്നെ അലക്കാം കേട്ടോ. എനിക്കിഷ്ടമാണ് കല്ലിൽ അലക്കാൻ. പിന്നെ ഒരുപാട് തുണിയുള്ളപ്പോൾ മടിയാണ് കേട്ടോ. അപ്പം ഞാൻ രാവിലെ തന്നെ കയ്യോടെ ആ തുണിയെല്ലാം കഴുകി വിരിക്കുന്നത്. കൂടുതലും വൈകിട്ടൊക്കെ ആകുമ്പോൾ മഴയല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ നിറയെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ഒരുപാട് അണ്ണാനും കിളികളും ഒക്കെ കലപില വയ്ക്കുന്ന ശബ്ദങ്ങൾ കേൾക്കാം കേട്ടോ. നല്ല രസമാണ് അതൊക്കെ കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ബാക്കി തുണികളെല്ലാം നമുക്ക് ടെറസിൽ കൊണ്ടുവരിക്കണം. ഞാൻ അലക്കാനെടുത്ത ബക്കറ്റും അല്ലാണ്ട് വെള്ളം പിടിച്ച ബക്കറ്റും എല്ലാം എടുത്ത് മേളിൽ കയറ്റി വെച്ചു കേട്ടോ. കാരണം മഴ പെയ്യുമ്പോൾ ഇതിലെല്ലാം മണ്ണ് തെറിക്കും. അപ്പം നിറയെ മണ്ണാവുമ്പം നമുക്ക് അറപ്പാവട്ടോ എടുക്കാൻ. അറപ്പെന്നല്ല, മൊത്തം പൊടിയും മണ്ണും ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് ഡെയിലി കഴുകണ്ടല്ലോ എന്ന് ഓർത്തിട്ട് കഴുകി കഴിയുമ്പം ഇതുപോലെ അലക്കലിൻ്റെ മേളിലേക്ക് കയറ്റി വയ്ക്കും കേട്ടോ. വൈകിട്ടൊക്കെ ആകുമ്പോൾ ഇന്നും മഴയാണ്. അപ്പം നമുക്കാണെങ്കിൽ ഇവിടെ വെള്ളക്ഷാമം ഉണ്ട് കേട്ടോ. അപ്പം വെയിലൊക്കെ തെളിയുമ്പോഴേക്കും നമുക്ക് പയ്യെ കിണറ്റിൽ വെള്ളമൊക്കെ വറ്റി തുടങ്ങും. അപ്പോൾ പൈപ്പ് വെള്ളമൊക്കെ ഇതുപോലെ ബക്കറ്റുകളിലെല്ലാം പിടിച്ച് വെക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്പോഴും വെള്ളം വരുമ്പം നമ്മൾ ബക്കറ്റിൽ വെള്ളമെല്ലാം പിടിച്ച് വെക്കാറുണ്ട്. അതാണ് കേട്ടോ അത്രയും ബക്കറ്റ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി പയ്യെ നമുക്കിനി തുണികളെല്ലാം ടെറസിൽ കൊണ്ട് വിരിക്കാം. നമ്മൾ തുണി വിരിക്കാൻ വേണ്ടി കയറി വന്നതാട്ടോ. ഭയങ്കര മഴക്കാറുണ്ട്. ഞാൻ തുണി അലക്കുന്നിടം വരെയും നല്ല വെയിലായിരുന്നു കേട്ടോ. ഞാൻ അലക്കി തുണിയെല്ലാം ബക്കറ്റിലാക്കി ടെറസിൽ വരുന്നിടം വരെയും വെയിലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് നല്ല അടിപൊളിയായിട്ട് മഴക്കാറ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അപ്പോൾ പെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മഴ പെയ്തത് കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ. അടുത്ത് റബ്ബർ തോട്ടം ഉള്ളത് കൊണ്ടാണോ, നമ്മൾ ഇത്രയും നാളിവിടെ താമസമൊന്നും ഇല്ലാതിരുന്നത് കൊണ്ടാണോ എന്നെനിക്കറിയില്ല, ഇവിടെ നല്ല അടിപൊളിയായിട്ട് കൊതുകുണ്ട് കേട്ടോ. അത് പോകാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ആരെങ്കിലും എനിക്കൊന്ന് കമൻറ്റിലായാലും പറഞ്ഞു തരണം കേട്ടോ. ഒരു രക്ഷയില്ല. ഞാനവിടെ താഴെ അലക്കിക്കൊണ്ടിരുന്നിട്ട് എന്നെ കുത്താൻ ഇനി ബാക്കിയിടെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുപോലെ കുത്തലായിരുന്നു. എനിക്കാണെങ്കിൽ കൊതുക് കുത്തിക്കഴിഞ്ഞാൽ നല്ല അലർജിയാണ് കേട്ടോ. തടിച്ച് പൊങ്ങി കുറേ നേരത്തേക്ക് ഇതിങ്ങനെ ഭയങ്കര പുകച്ചിലാണോ വേദനയാണോ എന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. അങ്ങനെ തുണിയെല്ലാം അലക്കി വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അലക്ക് പനി എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം ഫുഡ് കഴിക്കണം. ഞാൻ കറിയൊന്നും വെച്ചിട്ടില്ല. മീൻകറി ഇരിപ്പുണ്ട്, ഇച്ചിരി അച്ചാറിൻ്റെ ഇരിപ്പുണ്ട്. അപ്പം അതൊക്കെ കൂട്ടി കഴിക്കാം. എന്നാലും പിള്ളേരില്ലല്ലോ. വൈകിട്ട് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും നോക്കണം.
ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. പണികളെല്ലാം കൂടി കിടന്നു കഴിഞ്ഞാൽ ഒരു സമാധാനക്കേടാണ്. അതങ്ങ് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. അപ്പോൾ 2 ദിവസത്തെ അല്ല കേട്ടോ, 2 ദിവസത്തെ. നമ്മൾ രാവിലെയും കുളിച്ച് ഡ്രസ്സ് മാറും, വൈകിട്ടും ഡ്രസ്സ് മാറുന്നതുകൊണ്ട് അലക്കാൻ ഒത്തിരി ഉണ്ടാവും. എല്ലാവരും ചോദിക്കും കേട്ടോ, നിങ്ങൾ അമ്മയും മക്കളും മാത്രമല്ലേ ഉള്ളൂ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ എന്ന്. പക്ഷെ നമ്മൾ ഡ്രസ്സ് മാറുകയും ഫുഡ് വെക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾക്കും പണിയുണ്ട്. പിന്നെ അംഗസംഖ്യ കൂടുന്നതനുസരിച്ച് പണി കൂടിക്കൂടി വരും. എന്ന് വെച്ച് 3 പേരേ ഉള്ളൂ അല്ലെ 2 പേരേ ഉള്ളൂ എന്ന് വെച്ച് പണിക്ക് കുറവൊന്നുമില്ല. പ്രത്യേകിച്ച് മിറ്റടിക്കണം, മുറ്റത്ത് ചപ്പ് വീഴും, അപ്പോൾ മിറ്റടിക്കാം, പറിക്കാൻ തൂത്ത് വരണം, അങ്ങനെ പണികളെല്ലാം ഉണ്ട്. ഇത്രയും ചെയ്തൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ചൊന്ന് റിലാക്സ് ചെയ്തിരിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ഉണ്ണികൾ വരാൻ സമയമാവും. പിന്നെ ഇവിടുന്ന് കുറച്ചൊരു നടപ്പുണ്ട് കേട്ടോ, 2 ഇറക്കം അങ്ങോട്ട് ഇറങ്ങണം. അങ്ങോട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഇറങ്ങിയാൽ മതി. ഇങ്ങോട്ട് വരുന്ന കാര്യമാണ് നല്ല 2 കയറ്റമാണ് കേട്ടോ. അപ്പോഴത്തേക്കും എൻ്റെ ഈ തടിയൊക്കെ ഒന്ന് കുറഞ്ഞ് കെട്ടിക്കോളും. ഞാൻ ദേ ഇവിടെയൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇവിടെ വന്നിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ കാറ്റൊക്കെ കിട്ടും കേട്ടോ. നിറയെ പറമ്പാണ്. ഇവിടേക്ക് റബ്ബറിൻ്റെ ഉള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, നല്ല കൊതുക. പ്രത്യേകിച്ച് നമ്മൾ ആ അലക്കുന്ന വശത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. നല്ല കൊതുക് കൊണ്ട് എന്നെ ഫുള്ള് കുത്തി വെച്ചിരിക്കുക. എൻ്റെ ബ്ലഡിന് എന്തെങ്കിലും മധുരം ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഇവിടെയൊക്കെ മിക്കവർക്കും തന്നെ റബ്ബർ തോപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ. എപ്പോഴും നല്ല തണുത്ത കാറ്റും ഒക്കെ ആയിട്ട്. ഏട്ടൻ്റെ വീട്ടിലാണെങ്കിൽ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ചൂടാണ് കേട്ടോ. പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ നല്ല രസമാണ്, കാറ്റും ഒക്കെ ആയിട്ട്. നമുക്ക് പുറത്തിരുന്നാൽ തന്നെ നല്ലൊരു പ്രത്യേക ഫീലാണ് കേട്ടോ ഇവിടെ വന്നിരിക്കുമ്പോൾ. നല്ല രസമാണ്. അപ്പോൾ എൻ്റെ പരിസരമൊക്കെ കണ്ടില്ലേ, നമുക്കിനി താഴെ പോയി ഫുഡ് കഴിക്കാം കേട്ടോ. ആ ബക്കറ്റൊക്കെ ഒന്ന് സൈഡിലോട്ട് ഒതുക്കി വെച്ചതാണ്. കഴിഞ്ഞ ദിവസം അലക്കി ഉണങ്ങിയ കുറച്ച് തുണികളുണ്ട്. ഇവിടെ ഒരു ചെറിയ സ്റ്റാൻഡ് പോലെ ഉണ്ടേ, അപ്പോൾ അതിലേക്കെല്ലാം അലക്കി ഉണക്കി അലക്കിയിട്ട് ഉണക്കാനിടും. മഴയൊക്കെ ആണെങ്കിലേ അത് ഉണങ്ങാത്ത തുണികളൊക്കെയാണ് അവിടെയോട്ടായിടും. മടക്കാനുള്ള തുണികളെല്ലാം തൽക്കാലം മടക്കാനുള്ള തുണികളൊക്കെ നമുക്കിവിടെ കട്ടിലിട്ടിട്ടുണ്ട്. അങ്ങനെ ഇട്ടാലേ മടക്കി വയ്ക്കുള്ളൂ. എവിടെയെങ്കിലും വെച്ചിട്ട് പോയാൽ പിന്നെ മടിയാവും കേട്ടോ. ഇതാവുമ്പോൾ പിള്ളേർ പഠിക്കാനിരിക്കുന്ന സമയത്ത് ഞാൻ തുണിയെല്ലാം മടക്കും. മിക്കപ്പോഴും നമ്മൾ മടക്കിയിട്ടാണ് എടുത്തിട്ട് വരുന്നേ. പിന്നെ ചില സമയത്ത് യാദൃച്ഛികമായിട്ട് ഇതുപോലെ വിശന്നിരിക്കുന്ന സമയമൊക്കെ ആയിരിക്കും. ഇപ്പം സമയം എന്തായെന്നറിയോ, 2:15. ഇനിയിപ്പം ഫുഡ് കഴിച്ച് കുറച്ച് നേരം TV കണ്ട് അങ്ങനെ റിലാക്സ് ചെയ്തൊന്ന് ഇരിക്കാറാവുമ്പോഴേക്കും അവന്മാർ വരാൻ സമയമാവും. 4:30 ആവും വരാൻ. കുറച്ച് മാങ്ങ ഇരിപ്പുണ്ട്, ഇതൊന്ന് ഇൻസ്റ്റൻറ്റ് അച്ചാറിടണം. ഇത് ഞാൻ ഷോർട്സിലിട്ടേക്കാം കേട്ടോ. ഞാൻ എന്താ ചോറൊക്കെ വിളമ്പി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഞാൻ TV ഒക്കെ കണ്ട് ചോറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോറൊക്കെ കൊണ്ടിട്ടിരിക്കല്ലേ, അപ്പം ഞാനും ചോറുണ്ടിട്ട് വരാം കേട്ടോ. ചോറൊക്കെ ഉണ്ട് റിലാക്സ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് കുറച്ച് നേരം ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടനോട് കുറേ നേരം സൊറ പറഞ്ഞിരുന്നു. അത് കഴിയുമ്പോഴത്തേക്കും കുറേ നേരം ഞാൻ പാട്ടൊക്കെ കേട്ടിട്ടിരുന്നു കേട്ടോ. എനിക്കിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചിലപ്പം സിനിമയൊക്കെ കണ്ടിട്ടിരിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഇരുന്ന സമയമായപ്പോൾ 4 മണിയൊക്കെ ആയി. 4:10 തൊട്ട് 4:30 വരെ ഏത് നിമിഷവും അവരുടെ സ്കൂൾ ബസ് വരാം. അപ്പോൾ ആ ഒരു സമയത്ത് റെഡി ആയിട്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങി പോകും കേട്ടോ. കാരണം അവർ റോഡിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നടന്നവിടെ ചെല്ലണം. 2 ഇറക്കം ഇറങ്ങിപ്പോകണം. തിരിച്ച് ഈ 2 കയറ്റം കയറാൻ നല്ല ഒന്നാന്തരം പാടാണ് കേട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ശീലമായിട്ട് വരണം. ഇപ്പം സമയം 4:10 ആയിട്ടുണ്ട്. ഇവിടുന്ന് പതുക്കെ അങ്ങോട്ട് നടന്ന് അവിടെ ചെല്ലുമ്പോഴത്തേക്കും 5-10 മിനിറ്റ് പിടിക്കും. അപ്പോഴേക്കും
4:30 ആകുമ്പോൾ വണ്ടി വരും. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കും കേട്ടോ. വണ്ടി കറക്റ്റ് ടൈം നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ 4:30 അല്ലെങ്കിൽ ചിലപ്പോൾ 4:20 അങ്ങനെയൊക്കെ ആവും. അപ്പോൾ പിന്നെ നമുക്ക് നേരത്തെ ഇറങ്ങിയേക്കാം. ഇത് നമ്മുടെ മിറ്റാണ് കേട്ടോ. മിറ്റം കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് ഈ ഒരു ഭാഗം. ഇതൊക്കെ നമുക്ക് ലെവൽ ചെയ്തെടുക്കാനുള്ള ഇതാണ് കേട്ടോ. ഇപ്പം അച്ഛനും അമ്മയൊക്കെ നാട്ടിലൊന്ന് സെറ്റിൽ ആവുന്ന സമയത്ത് വേണം നമുക്കിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അച്ഛനിപ്പം ഇവിടെ ഇല്ല, നോർത്ത് ഇന്ത്യയിലാണ്. അച്ഛൻ ഇന്ത്യൻ കോഫ്യൂസിൽ വർക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അമ്മയും അച്ഛനും ഒരുമിച്ചാണ്. അപ്പം ഇനി അവർ നാട്ടിൽ വന്ന് സെറ്റ് ആവുന്ന സമയത്ത് വേണം നമുക്ക് മിറ്റത്തിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ. അപ്പോൾ അതാ ഈ ഒരു ഇറക്കമാണ് കണ്ടോ, ഈ ഒരു നീണ്ട ഇറക്കം ഇറങ്ങിപ്പോകണം. അവിടെ നിന്ന് ആ ഇറക്കം ഇറങ്ങി റൈറ്റ് തിരിഞ്ഞ് വീണ്ടും ഇതുപോലൊരു ഇറക്കം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ റോഡെല്ലാം ആകെ ഭയങ്കര മോശമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ വേറൊരു കുട്ടിയുടെ പേരൻറ്റും കൂടെ ഉണ്ട്, സിന്ധു ചേച്ചി. അപ്പം ഞങ്ങൾ രണ്ടുപേരൂടെ ഇങ്ങനെ കത്തിയൊക്കെ വെച്ച് ഞാൻ കത്തി പറഞ്ഞ് ചേച്ചീനെ ശരിയാക്കണുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പം ഇങ്ങനെ കത്തിയൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമ്മുടെ സ്കൂൾ ബസ് വരും കേട്ടോ. അപ്പം സ്കൂൾ ബസ് ഇതാ ഓരോ ഈ ഭാഗത്തും കുട്ടികളെ ഇറക്കി ലാസ്റ്റ് നമ്മുടെ ഭാഗത്തും എത്തും. പൊന്നൂസിൻ്റെ ഫ്രൈഡേ ദിവസങ്ങളിൽ ഇതാണ് കേട്ടോ യൂണിഫോം. അല്ലാത്തപ്പം എല്ലാം അച്ചുകൂട്ടിനിട്ടേക്കുന്ന അതേ യൂണിഫോം തന്നെയാണ് കേട്ടോ. അപ്പം സിന്ധു ചേച്ചിയുടെ കൊച്ച് അവിനി ലക്ഷ്മിയാണ് കൂടെ ഉള്ളത്. അപ്പോൾ ഇവർ 3 പേരും ഇതുപോലെ ഒരുമിച്ചാണ് കേട്ടോ പോക്കും വരവും ഒക്കെ. നല്ല രസമാണ്. ഇവരെല്ലാം കഥകളൊക്കെ പറഞ്ഞ് മോട്ടോ ഓടിയും ഒക്കെ ഇങ്ങനെ പോകുന്ന കാണാം കേട്ടോ. പുറകെ ഞാനും ചേച്ചിയും കൂടി കത്തിയടിച്ച് ഇങ്ങനെ നടക്കും. അപ്പം അവർ പകുതി വഴി വരെ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് ആ ഒരു ഇറക്കം ഞാൻ കാണിച്ചില്ല, ആ ഇറക്കത്തിൻ്റെ താഴത്തായിട്ടാണ് അവരുടെ വീട്. അപ്പോൾ അവരങ്ങോട്ട് പോകും. അപ്പം ഞാൻ ഈ കയറ്റമൊക്കെ കയറി അപ്പോഴേക്കും പൊന്നൂസ് ഓടി നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ കയറ്റം എല്ലാം കയറി മടുത്തുകൊണ്ട് ഞാനും അച്ഛനും പതുക്കെ കഥയൊക്കെ പറഞ്ഞു വരുമായിരുന്നു. അച്ഛൻ എപ്പോഴും ഇങ്ങനെ പാട്ടൊക്കെ പാടിയിട്ടല്ലേ നടക്കുക. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞും പാട്ട് പാടിയൊക്കെ ഞങ്ങൾ ഇങ്ങനെ പയ്യെ നടന്ന് വരുമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ വീടെത്തിയിട്ടുണ്ട്. ഇനി ചായ കുടിക്കൽ പരിപാടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്കൂളൊക്കെ വിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുണ്ടോ എൻ്റെ ചേട്ടൻ വരച്ചു തന്ന ബസ് ചേർന്നത്. അപ്പം ഇനി ഞങ്ങൾ പോയി ചായയൊക്കെ കുടിച്ച് സ്കൂളിലെ കഥകളൊക്കെ കേട്ട് കുളിച്ച് വിളക്കൊക്കെ വെച്ച് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ കേട്ടോ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ. See you.